ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോട്ര ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വാസ്ഥ്യമൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസം, പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കളെ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകട്ടെ. ഇതിനൊക്കെ മതിയായവൻ യേശു ക്രിസ്തു. ഇതെല്ലാം തരാമെന്ന് വാഗ്ദത്തം പറഞ്ഞിരിക്കണം ആ ബൈബിളിൽ. അത് ദൈവമക്കൾക്കുള്ള വാഗ്ദത്തം. ആ വാഗ്ദത്തങ്ങളെല്ലാം ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വാഴാൻ പ്രാർത്ഥിക്കുക. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താൽ മതി. ഇതെല്ലാം നമ്മുടെ മേൽ വാഴൂട്ടോ. ഇന്ന് വെളിപ്പാടൊക്കെ ആട്ടെ. ഞാൻ വെളിപ്പാട് എന്നൊക്കെ പറയുമ്പോൾ ദൈവമേ, വെളിപ്പാട് 3:8. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഓരോരുത്തരുടെ ഹൃദയം ദൈവം അറിയുക. പുറമേയുള്ള മോടിക്ക് ഒരു കാര്യവുമില്ല. ദൈവം മുഖപക്ഷയില്ല. ദൈവം ഹൃദയത്തിലുള്ളത് അറിഞ്ഞ് ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. അപ്പോൾ ദൈവത്തിനെ നിഷേധിക്കാണ്ട് ദൈവത്തിൻ്റെ വചനം കാത്ത് അവന് ശക്തി കുറവാണെങ്കിലും അവൻ്റെ മുമ്പിലുള്ള വാതിൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. അത് ഒരു വലിയ ഇതാട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കാം, നമുക്ക് ഇത്രയും ശക്തിയും കഴിവുള്ളൂ ഓർക്കണ്ട. നമുക്ക് മുമ്പായിട്ടുള്ള വാതിൽ തുറന്ന് തന്നെ കിട്ടും യേശുവിൻ്റെ കൃപയാൽ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കുർത്തയുടെ ആട്ടോ. കുറേ വെറൈറ്റി സെറ്റ് വന്നിട്ടുണ്ട്. യേശുവിൻ്റെ കൃപയാൽ നമുക്ക് എപ്പോഴും കാണിക്കാൻ ഒന്നിനും മുട്ടില്ലാണ്ട് യേശുമ്പരാൻ കൃപയാൽ തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ ഗോൾഡ് സ്കീമിൽ കൂടുക. രേവതി ഗോൾഡൻ സ്കീമിൽ നമ്മൾ സ്വർണത്തിന് വില കൂടുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൂരം പേരെ സ്കീം പൂർത്തീകരിച്ച് സ്വർണ്ണം എടുക്കാൻ വരുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ. കാര്യം ഒത്തിരി ബെനിഫിറ്റ് അവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ശരിക്കും സ്കീം കൂടാത്ത ആൾ വന്ന് സ്വർണ്ണം എടുക്കുമ്പോൾ നമുക്ക് ലാഭം. പക്ഷെ എന്നാലും എനിക്ക് വലിയ സന്തോഷം. കാരണം ഒരു സപ്പോർട്ട് അവരെനിക്ക് തന്നു. അപ്പോൾ അവർക്ക് നല്ല ലാഭം കിട്ടുമ്പോൾ നമുക്ക് വലിയ സന്തോഷമല്ലേ. അപ്പോൾ സ്കീമിൽ കൂടുക. പണ്ടത്തെ പോലെയല്ല സ്വർണ്ണത്തിന് വില കൂടുതലാണെങ്കിൽ കുറച്ച് എമൗണ്ടിന്. ഇപ്പോൾ നമ്മളൊരു കല്യാണത്തിന് 500 രൂപയുടെ സാരി കൊടുത്തുകൊണ്ട് പോകുമല്ലോ. 50,000 രൂപയുടെ സാരിയല്ലേ നമ്മൾ കല്യാണ പെണ്ണിനൊക്കെ മേടിക്കണം ഇല്ലേ. അതൊന്നും എടുത്തിട്ട് പിന്നെ ഉടുക്കണ്ടോ. അപ്പോൾ 50,000 രൂപയ്ക്ക് സ്വർണ്ണമാണെങ്കിലോ. അപ്പോൾ നമുക്ക് സ്വർണ്ണത്തിന് എപ്പോഴും വിലയേറിയതാണ്. നമ്മൾ സമ്മാനം കൊടുക്കുമ്പോൾ സ്വർണ്ണം കൊടുത്താൽ അതൊക്കെ അവർ സൂക്ഷിച്ചോളും. ഇന്ന ആൾ തന്നു എന്ന് പറഞ്ഞത്. ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നോക്കാണ്ട് ചെറിയ എമൗണ്ടിനുള്ളതൊക്കെ ഡ്രസ്സൊക്കെ കൊടുത്തോട്ടോ. ഞാനിപ്പോൾ സ്വർണ്ണക്കട മുടക്കി നിങ്ങൾ തുണിയെടുത്ത് പ്രസൻറ്റ് കൊടുത്തില്ല. എൻ്റെ കാര്യം ഘട്ടത്തിലാകില്ല, ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ പുറത്തായിട്ട് കിടന്നാലോ. നല്ല ഇതേ ഇങ്ങനെ കാണുമ്പോൾ ഇതിനൊന്നും ഗ്ലോ ഇല്ല കേട്ടോ. ഇതൊരു കോട്ടൺ, മൽക്കോട്ടൺ തുണിയാണ്. സോഫ്റ്റ് കോട്ടൺ. ഇത് കിട്ടുമ്പോൾ ഗ്ലോ ഉള്ള തുണിയായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. നല്ല മൽക്കോട്ടൺ എന്ന് വെച്ചാൽ ഇത് ലൈനിങ് ഉണ്ട്. ഇതിന് ഉണ്ടോ? ലൈനിങ് ഉണ്ടോ? ഞാൻ നോക്കട്ടെ. ഇത് ലൈനിങ് പോലും എനിക്ക് ഫീൽ ചെയ്യണില്ല. അത്ര ഉണ്ട്. എന്ത് കനങ്കുറോ, എന്ത് രസം. ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ്. ഇതിങ്ങനെ ബ്രൈറ്റ് അല്ല. എപ്പോഴും ഓർക്കണം, ഒരു ഇങ്ങനെ കോട്ടൺ തുണി ഒത്തിരി ബ്രൈറ്റ് ആയിട്ടിരിക്കില്ല കേട്ടോ. ഇതേ നമുക്കൊരു ഫങ്ഷൻ വെയറിന് യൂസ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് കളറാണോ എന്ന് നോക്കണേ. ഇച്ചിരിയൊക്കെ കളർ വ്യത്യാസമൊക്കെ ചേഞ്ചൊക്കെ വരുവേ. ഒത്തിരി ഡിഫറെൻ്റ് ആയിരിക്കില്ല. ഇത് ലൈറ്റ് ഒരു ഗ്രീനാണ്. 1699 ആട്ടോ. ബാക്ക് ഇങ്ങനെയാട്ടോ. ബാക്ക് ഏലയിലാണ്. ഫ്രണ്ടിലതേ കുഞ്ഞുവിന് കഴിഞ്ഞ ദിവസം ഒരു ഞാൻ പറഞ്ഞില്ല, കുഞ്ഞുവിൻ്റെ ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിന് കുഞ്ഞൊരു റെഡ് എടുത്തിട്ട് ഇങ്ങനെ തയ്പ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡാണ്. കുഞ്ഞിനിട്ടിട്ട് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും എന്ത് ഡ്രസ്സ് ഫങ്ഷൻ വെയറിന് തയ്ക്കുമ്പോഴും ഇങ്ങനെ ഒരു പാറ്റേണിൽ തയ്ക്കണം. ഓർഡിനറി ചുരിദാറൊന്നും അല്ല. അതൊക്കെ എന്നെ പോലെയൊക്കെ ഉള്ളവരാളുള്ളൂ. ബാക്കിൽ എലാസ്റ്റിക്, ഫ്രണ്ടിൽ പടിയായിട്ട് അങ്ങനെ പാരൽ പാൻറ്റും. സൂപ്പറാട്ടോ. ഷോളും ഉണ്ട്. ഒരു ഫങ്ഷൻ വെയറിന് സൂപ്പറാണ്. എന്ന് വെച്ചാൽ ബ്രൈറ്റായിട്ട് തിളങ്ങണമെങ്കിൽ സോഫ്റ്റ് സിൽക്കിൻ്റെ ഒക്കെ അതിനേക്കാൾ വിലയാണ് മൽക്കോട്ടന്. കോട്ടൺ തുണിക്ക് അതിൻ്റേതായ ഒരു ഇതുണ്ട്. ഗ്ലോ ഇല്ല, തിളക്കില്ലെന്ന് പറയരുത്, കളർ വ്യത്യാസമെന്ന് പറയരുത്. നോക്കുമ്പോൾ കറക്റ്റ് കളറാണോ. ലൈറ്റ് ഗ്രീൻ. ഒത്തിരി ബ്രൈറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങൾ ഡിമ്മായത് പ്രതീക്ഷിക്കുക. അപ്പോൾ വരുമ്പോൾ നമുക്ക് ചിലരിങ്ങനെ ഭയങ്കര നല്ല സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയ്ക്ക് പോയിട്ട് എനിക്ക് പകുതിയാകുമ്പോൾ ഇറങ്ങിപ്പോരാൻ തോന്നുന്നു. അങ്ങനെ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കാണ്ട് പോയ സിനിമ നല്ലതാണ്. ഇത് കണ്ടോ, പൗഡർ ബ്ലൂ. നല്ല നല്ല സെറ്റാട്ടോ. നല്ല സെറ്റാണ്. അത്യാവശ്യം ഇപ്പോൾ എല്ലാവരും മൽക്കോട്ടൻ്റെ ഒക്കെയാണ് ഫങ്ഷൻ ഇടുന്നത്. കാര്യം മഴ പെയ്യണ്ടേലും ഇന്നലെ ഞാൻ വീട്ടിലെ ചെടി, ആപ്പിള്, 2 ആപ്പിൾ, 1 ആപ്പിളിൻ്റെ പേരല്ല മറന്നല്ലോ.
അപ്പോഴൊക്കെ തൊടുവാർന്ന് ദൈവത്തിന് അറിയുണ്ടാവുമെന്ന്. യേശുവിൻ്റെ കൃപയിലുണ്ടാകട്ടെ, നമ്മൾ നടന്നൊക്കെ ഉണ്ടാകട്ടെ. അപ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് എൻ്റെ പൊന്നെ പോകഞ്ഞ് കൊതുകം പിടിച്ച് കഴിച്ചാൽ എൻ്റെ അമ്മോ എനിക്ക് കടയിൽ വന്നാൽ മതിയായിരുന്നു. കടയിൽ ഇരിക്കുമ്പോൾ അവർക്ക് വീട്ടിൽ ഇരിക്കാൻ നല്ല സുഖമല്ലോ എന്ന്. ഈ അക്കരപ്പച്ചയല്ലേ എൻ്റെ അമ്മേ, എന്തോരം നല്ല ദൈവം അനുഗ്രഹിച്ച കട തന്ന് എന്തോരം മനുഷ്യരെ കാണാൻ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ ഇൻസ്റ്റയിൽ എങ്ങനെയാണ് ഞാൻ വർത്താനം പറഞ്ഞത്? അല്ല, ഇൻസ്റ്റയിൽ 1 മിനിറ്റിലാക്കുന്നതിന് പാട്ടിലാണ് അതല്ലെങ്കിൽ കുറേശ്ശെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. സൈഡ് ഓപ്പൺ ആയിട്ട് സിമ്പിൾ ഇറങ്ങാം. അത് നല്ല ടോപ്പും ബോട്ടോ ഷോളും ഇതൊക്കെ മൽക്കോട്ടിൻ്റെ ബോട്ട് എന്താ വെച്ചേ ഡോട്ടിൻ്റെ ഒക്കെ ബോട്ട് കേട്ടോ. ഈ ഡോട്ട് കാണുമ്പോൾ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യണം. 1099 ഉള്ളൂ കേട്ടോ. നല്ല സെറ്റാട്ടോ. മീഡിയം തൊട്ട് XXL വരെ. ഇതിന് ലൈനിങ് ഒന്നുമില്ല കേട്ടോ. ലൈനിങ് ഒന്നും വേണ്ട ഇതിനൊന്നും. വിട്ട് കഴിയുമ്പോൾ എല്ലാവരും ഇത് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഭയങ്കര സുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എടുക്കാൻ പറ്റുന്നുണ്ട്. കഴുത്തിൽ വീനൊക്കെ നല്ലൊരു എംബ്രോയിഡറി. ആകെ 1000. നല്ല മോഡൽ ആട്ടോ, മിക്സിങ് ഒന്നുമില്ലേ. 1099. ഓരോ ഫാഷൻ. ഇതിന് ബോട്ടം തന്നേ വിനീതിക്ക് തന്നെ ഒന്ന് പറ്റിയ 1099. നല്ല സെറ്റാട്ടോ. ഏലൈനാണ്, സൈഡ് ഓപ്പൺ ആണ്. അല്ല, ഏലൈനല്ല, സൈഡ് ഓപ്പൺ ആണ്. ഷോളൊക്കെ ഇത് നോക്കി നല്ല സൂപ്പർ ഷോള്, ബോട്ടം ഡോട്ട്, സൂപ്പർ സംഭവട്ടോ. ഇതൊക്കെ പെട്ടെന്ന് തീരൂട്ടോ. വെബ്സൈറ്റിലെടുത്തോ. ഇത് നല്ല ഫ്രോക്ക് മോഡലാട്ടോ. ബാക്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്, ഞെറിവുണ്ട്. ഫ്രണ്ട് ഇങ്ങനെ അടിപൊളി കയ്യേലുണ്ട്. ഇങ്ങനെ കുഞ്ഞൂനൊക്കെ ഇത് നല്ല പാറ്റേൺ ആയിരിക്കും. പാൻറ്റിൻ്റെ സൈഡ് അപ്പടിയും വർക്കുണ്ട്. ടോപ്പും ഫോട്ടോ മാത്രമേ ഉള്ളൂ അല്ലേ. 1399 ഉള്ളേ. നല്ല സെറ്റാണ്. മീഡിയം തൊട്ട് 3XL വരെ. കുഞ്ഞുവിന് കഴിഞ്ഞ ദിവസം വന്ന് ഇങ്ങനത്തെ കുറച്ചെടുത്തോളൂ. എനിക്കിപ്പോൾ ഓർഡിനറി കൊടുത്ത് തരുന്ന ഇഷ്ടമല്ല, ഇങ്ങനത്തെയൊക്കെ ഇഷ്ടം. അപ്പോൾ മറ്റേ സ്ലീവ്ലെസ് ഒക്കെയാണ്. അല്ലാണ്ട് ഇപ്പോൾ കൈയുള്ളത് ഇങ്ങനത്തെ കോളറും ഒക്കെ ഇട്ടപ്പോൾ കുഞ്ഞിനെ കണ്ട ചില സൈസൊക്കെ ഒന്ന് കൂട്ടാൻ പറയാം. ഇനി എല്ലാ സെറ്റും ഇങ്ങനത്തെ എടുത്താൽ മതി. 1399 ഉള്ളൂ കേട്ടോ. മുന്തിരി കളറ് നല്ല സെറ്റാണ്. ഇങ്ങനത്തെ ഇടുമ്പോൾ നല്ലതാട്ടോ, നല്ലൊരു രസമാണ്. ഇപ്പോൾ കുഞ്ഞു പറയാം, ഇതാ എല്ലാവരും ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ ഇട്ടുകൊണ്ട് വന്നേന്ന്. എന്തോരം എടുക്കാൻ പറഞ്ഞാലും എടുക്കൂല. പിന്നെ പിന്നെയാണ് 1399. ഇത് റയോണിൻ്റെ കേട്ടോ. കോളറ്, കൈക്ക് ലൈനിങ് ഇല്ല, പക്ഷേ ഈ പാനൽ കട്ടിങ് ആട്ടോ. ഇത് കണ്ടോ, ഇഷ്ടം പോലെ കാണും. ബോട്ടം നല്ല മെറ്റീരിയൽ ഇട്ടാലും എന്താ നല്ല രസമാട്ടോ. 1090 ഉള്ളേ. എനിക്ക് ഒരു ബ്ലാക്ക് ഷോൾ ഇട്ടാൽ മതി. അത്യാവശ്യം ഷോൾ ഉള്ള സമയത്ത്. മീഡിയം തൊട്ട് XXL വരെ. പെട്ടെന്ന് തീരൂട്ട് ഇത്. ഇത് 8 പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല രസമാണ് കേട്ടോ പാട്ടെന്നെ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡിഗ്രിക്കാർ കൂടി എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇതെടുത്തു. സ്ലിറ്റ് ഇതിൻ്റെയൊക്കെ ഇറങ്ങിയാട്ടോ. പക്ഷെ തടമുണ്ട് താഴെ. ഇങ്ങനെ ബോംബെ കുർത്തയുടെയൊക്കെ അങ്ങനെ. എന്നിട്ട് താഴെ ചുമ്മാ കുഞ്ഞുവിന് ടോപ്പ് ചെയ്യാൻ ഇലയിലിങ്ങനെ അടിച്ചിട്ട് ഞാൻ അടിയിൽ ഒരു സ്ലിറ്റ് വീച്ചു. അപ്പോൾ ഒരു രസമുണ്ട്. ഇങ്ങനെ ഒരു വെറൈറ്റിയാണ്. കുറച്ച് തടമുണ്ട്. സാധാരണ സൈഡ് ഓപ്പൺ പോലെ സ്ട്രെയിറ്റ് കട്ടിങ് അല്ല. എന്നിട്ട് അടിയിലൊരു 990. ഇത് ഫുൾ എംബ്രോയ്ഡറി ആട്ടോ. മൽക്കോട്ടനിൽ നല്ല സൂപ്പർ സംഭവമാണ്. മീഡിയം തൊട്ട് 3XL വരെ അല്ലേ. വിശേഷം ലാസ്റ്റ് പറയാമല്ലോ. ഇത് പാൻറ്റുണ്ടോ? ബ്ലാക്ക് പാൻറ്റ് കിട്ടാൽ മതി. മറ്റേതിന് വൈറ്റ് പാൻറ്റ് കിട്ടാൽ പോരെ. ഫുൾ എംബ്രോയ്ഡറിയാണ്. അത് കാരണം പെട്ടെന്ന് വിറ്റ് പോവും. വെബ്സൈറ്റിൽ ചാടി എടുക്കുന്നവർ എങ്ങനെ എടുക്കുക? അല്ലെങ്കിൽ വാട്സപ്പിൽ 10 മണി മുതൽ 6 മണി വരെ ഉണ്ട്. വാട്സപ്പ് കോൾ വിളിക്കണം. ഇത് സിമ്പിൾ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള സിമ്പിൾ സെയിം ടോപ്പും ഫോട്ടോ കേട്ടോ. കഴുത്തിൽ ഒരു ക്രോഷ്യോ ലേസ് വീനക്കും കൊടുത്തിട്ടുണ്ട്. കയ്യിലും കൊടുത്തിട്ടുണ്ട്. 690 ഉള്ളൂ. 690. 690. കുറവാട്ടോ, ഭയങ്കര കുറവ്. 690 രൂപയ്ക്ക് ചുറ്റും എലാസ്റ്റിക്കുള്ള ബോട്ട്.
കിട്ടിയത് 690-നാണോ ദൈവത്തിനറിയാം. അങ്ങനെയൊക്കെ ഇവിടെ തെറ്റാറുണ്ട്. 690 അറിയാൻ പാടില്ലോ, ചിലപ്പോൾ ഇത് കറക്റ്റായിരിക്കും. ഈ സാധനം വിൽക്കാൻ വേണ്ടി ഞാൻ ബിസിനസ് ടെക്നിക്കൊന്നും എടുക്കണല്ലേ. ഇത് അടിപൊളി ഷോൾ. കഴിഞ്ഞ തവണ ഈ ഷോളിൻ്റെ വേറെ ഡിസൈൻ കാണിച്ചായിരുന്നു. ഫുൾ ഇടിച്ച് പറിച്ചു പോയി. 390. നല്ല നല്ല റയോൺ ഷോള്, സൂപ്പർ തളുതളോ എന്നുള്ളത് അജ്ര പ്രിൻ്റിൽ. അടിപൊളിയാണ്. ഇപ്പോൾ ലാസ്റ്റ് വിശേഷം പറയാം കേട്ടോ. ഇന്നങ്ങനെ പോയിട്ടുണ്ടായിരുന്നു എടുത്ത് അതിൻ്റെ കാര്യം പറയാതെ. വിമൺ എൻ്റർപ്രൈനേഴ്സിൻ്റെ മീറ്റിങ്ങിൽ അല്ല പറയാം ലാസ്റ്റ് പറയാം. ബ്ലാക്ക് ഇത് പറഞ്ഞാൽ എവരിങ്ങനെ വഴക്കൂറി വീഡിയോ പിടിച്ച് കഴിയാണേ. അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോൾ ലാസ്റ്റ് വർത്താനം പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്തിട്ടാണ്. സമാധാനമായിട്ട് വീഡിയോ പിടിക്കുന്ന ഫേസ്ബുക്കിൽ യൂട്യൂബിലും ആട്ടോ. ഇൻസ്റ്റയിൽ 1 മിനിറ്റിൻ്റെ അമ്മ ഭയങ്കര ടാസ്ക്കാണ്. സൈഡ് ഓപ്പൺ കേട്ടോ. പക്ഷെ കഴുത്തിലും വർക്കുണ്ട്, കയ്യിലും വർക്കുണ്ട്. കയ്യിൽ വർക്കില്ല അല്ലേ, കഴുത്തിൽ മാത്രം ഒരു നൈസ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പ് കോട്ടോ ഷോളും ഉണ്ടോ? ഓഹോ, ഈ ടോപ്പും കോട്ടോ ഷോളും ഉണ്ട് കേട്ടോ. ക്രീമിലൊരു ഓറഞ്ചും ഒക്കെ മിക്സിങ്ങുള്ള ഫ്ലോറൽ പ്രിൻ്റും ബോട്ട ഇതേ. ഫ്രണ്ടിൽ വടിയും ബാക്കിൽ എലാസ്റ്റിക്. 950 ഉള്ളേ. നല്ല സെറ്റല്ലേ 950-ക്ക്. ഇങ്ങനത്തെ സെറ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ആൾക്കാർ ഇതൊക്കെ പെട്ടെന്ന് വിറ്റ് കൂട്ടോ. 950 സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെയുണ്ടേ. കാണിച്ചു തരണം. ഇതിൻ്റെ വേറെ ഷെയ്ഡ് കേട്ടോ. നല്ല രസം. 950-ക്കൊക്കെ ഇത് നല്ലതാണ്. പെട്ടെന്ന് എടുത്തോ കേട്ടോ. ഈ പിള്ളേർ സ്കൂളിൽ പോകണം, സ്കൂൾ തുറക്കണം, അപ്പോൾ കുറേ നാൾ കളർ ഡ്രസ്സ്. ഇതൊരു പ്രത്യേക മെറ്റീരിയലായിട്ട് എന്നോട് പറഞ്ഞായിരുന്നു. നമുക്കിങ്ങനെ ഈ ഭയങ്കര ഈ കണ്ട ജോർജറ്റ് പോലെ ഇരിക്കും, പക്ഷേ ക്രേപ്പും അല്ല റയോണും അല്ലാണ്ട് ഇങ്ങനെ പതു ഭയങ്കര നല്ല വിലയുള്ള തുണിയാണ്. അവർക്കോട് വെച്ചിട്ട് അവർക്ക് തന്നെ വിലയൊന്നും പേരൊന്നും അറിയാൻ പോകണം. ഇതിന് ലൈനിങ് ഇല്ല, സൈഡ് ഓപ്പൺ ആണ്. പക്ഷെ നേരിലൊന്നും അടിക്കില്ല. 650 രൂപയുള്ളൂ. നമുക്കത് കണ്ടോ, തുണിയുടെ കിടപ്പ് കണ്ടോ, അത് ഇങ്ങനെ നല്ല തെളുതെളോന്ന് പോകണം. 650 രൂപയുള്ളൂ കേട്ടോ. ഇത് നല്ല രസമാണ് കേട്ടോ. ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും, സുഖമായിരിക്കും. 650 രൂപ. ഇതിൻ്റെ റണ്ണിങ് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് റണ്ണിങ് മെറ്റീരിയലിൽ ഇടാമായിരുന്നു. ഉടനെ കിട്ടുമായിരിക്കും. 650. ഇതതിൻ്റെ തന്നെ വേറെ പ്രിൻ്റ്. പെട്ടെന്നാണ് ഇപ്പം. നപ്പടിയും 3 പീസാണല്ലേ. നപ്പടിയും തന്നെ 3 പീസാണ്. ഇതും 3 പീസാണേ. നിങ്ങൾക്ക് വില കുറഞ്ഞത്. ഇത് തനി കോട്ടൺ ഒന്നുമല്ല, പക്ഷേ കേംബ്രിക് കോട്ടൺ എന്ന പേരൊക്കെ വലിയ കേംബ്രിക് യൂണിവേഴ്സിറ്റി പോലെയൊക്കെയാണ്. പക്ഷെ ഒറിജിനൽ കോട്ടൺ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഈ വിലയ്ക്ക് വരില്ലോ. 599. പക്ഷെ ഇത് അപ്പടി വിറ്റ് പോവാ കേട്ടോ. ഒരൊറ്റ പീസില്ലാണ്ട് കണ്ട കോട്ടൺ ചുരിദാർ ഇടുന്ന പോലെ ചൂടൊന്നുമില്ലെന്ന് പറഞ്ഞത്. 590. മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ. നെള്ളും അടിക്കില്ല. സെയിം ഇത് 599 രൂപ. അത്യാവശ്യം ഇറക്കമൊക്കെ ഉണ്ട്. 47 ചെപ്പമുണ്ട്. പിന്നെ നമ്മൾ ഇച്ചിരി എടുത്ത് വേണമെങ്കിൽ ഷേപ്പൊക്കെ ഇച്ചിരി ലൂസുള്ള എടുത്തിട്ടേ ബാക്കിലൊരു ടക്കൊക്കെ ഇട്ട് ഇങ്ങനെ ഷേപ്പാക്കിയാൽ മതി. പിന്നെ കോട്ടൺ ചുറ്റുമോ ലാസ്റ്റിക്കുമോ. 599. അവരതിലും പിശുക്കിയിട്ടൊന്നുമില്ല. ഈ ഷോള് നമുക്ക് എപ്പോഴും നമുക്കിടെ വിൽക്കുന്ന കോട്ടയുടെ ഷോളാണ്. ഇതിൻ്റെ വൈറ്റും കാണും കേട്ടോ. ഓഫ് വൈറ്റേ 499. നമ്മുടെ സ്ഥിരം എവർഗ്രീൻ സംഭവമാണ്. ഇതിൻ്റെ വേറെ പ്രിൻ്റുകൾ. വേറൊരു പെയിൻറ്റിങ്ങിൻ്റെ ഷോൾ ഇരിപ്പുണ്ടാകുന്നല്ലോ. ഇല്ല ഇല്ല ഇല്ല, വേറെ എന്നോടെ ഉണ്ട്. ഷോള് കാണാം കേട്ടോ.
നമ്മൾ നേരത്തെയൊക്കെ കാണിച്ചിട്ടുണ്ട്, കുറേ നാളായി ഇത് കിട്ടിയിട്ട്. നല്ല കനം കുറഞ്ഞ് നല്ല സോഫ്റ്റ് അപ്പടി ഫ്ലോറൽ പ്രിൻ്റ് അടി സൈഡൊക്കെ നോക്കി അടിപൊളി. എത്ര? 450 ഷോള്. അടിപൊളി സെറ്റ്. ഇത്തിരി കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ, കളർ ചാർട്ടുണ്ട്. ഇത് സഫിയർ 450. നല്ല ഷോളാണ്. മറിച്ചാണ് തന്നെ തിരിച്ചാണ് തന്നെ നോക്കണം കേട്ടോ. കണ്ട ചുമ്മാ തിരിച്ചൊക്കെ തരുമോ? കണ്ണട വെക്കാൻ തോന്നി എനിക്കത്. റെഡ് അവിടുന്ന് പ്ലെയിൻ അല്ല കേട്ടോ, ഇതിൽ പ്രിന്റ് ഉണ്ട് കേട്ടോ. അതെ, ഇത് ഇച്ചിരി ബ്രൈറ്റ് റെഡാ കേട്ടോ. ഇത് നല്ല മജന്ത. അപ്പോൾ ഇങ്ങനെ ബ്രൈറ്റ് കളർ ഭയങ്കര ട്രഡീഷണൽ കളറും ഫാഷനല്ലേ. ഞാൻ ഇട്ടേക്കണില്ല മഞ്ഞയും ചുവപ്പും. നല്ല ബ്ലൂ, പീച്ച്, മെറൂൺ, നല്ല പിങ്കിൽ പ്രിന്റ്, യെല്ലോ. അപ്പോൾ ഇന്ന് വിശേഷം എന്നാന്ന് പറയട്ടെ. ഇന്ന് ഇങ്ങനെ ഒരു ആൾ ഇങ്ങനെ ജോയ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മുനിസിപ്പൽ കൗൺസിലർ മിടിക്കുക, ഭയങ്കര മിടിക്കുക. ഹസ്ബൻഡൊക്കെ മരിച്ചുമായിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്തത് എല്ലാം പറഞ്ഞുകൊണ്ട് ഇൻറ്റീരിയർ ഭയങ്കര 101 പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്തിട്ട് കുറേ ലേഡീസ് വിളിച്ചു, എൻ്റർപ്രനേഴ്സിനെ വിളിച്ച് ഒരു ചെറിയ ഇവിടെ കമ്പനി പാലസിലൊരു സൽക്കാരം തൊടുപുഴയിൽ നിന്നുണ്ടായിരുന്നു, മോക്ഷയുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹാവനോ ഹാർഡ് വർക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എല്ലാവരും ഭയങ്കര, ശരിക്കും അവരെല്ലാം ഹാർഡ് വർക്കിങ്ങിൻ്റെ ആളാണ്. ഞാൻ പണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്, പക്ഷേ ഞാനതൊക്കെ മറന്നുപോയി. ഇപ്പോൾ എപ്പോഴും എല്ലാവരും എന്നെ മടിച്ചെന്ന് എനിക്ക് തോന്നി ഞാൻ മടിച്ചു കിടന്നല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ദൈവകൃപയാൽ ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ്. ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സകലമാന മനുഷ്യരും പറയണേ ഞാൻ മടിച്ചാണ്. ഹാർഡ് വർക്ക് എല്ലാവരും എന്നെ പറയുന്നത് ഹാർഡ് വർക്കിംഗ് കൊണ്ട് ഇങ്ങനെ. പക്ഷേ പണ്ടൊക്കെ 2:30-ക്കൊക്കെ എഴുന്നേറ്റ് മേക്കപ്പ് കല്യാണ വർക്കൊക്കെ ചെയ്ത് ഒരു നല്ല പ്രായം അപ്പടി ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും മറ്റുള്ള ഒത്തിരി പേരും എൻ്റെ കൂടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവരുടെ സഹായോടെ കൂടിയല്ലേ എൻ്റെ ഹാർഡ് വർക്കെന്ന് പറഞ്ഞ് എനിക്കൊന്നും എത്താൻ പറ്റില്ല. അത് കാരണം ഞാൻ ദൈവകൃപ ഉള്ള സത്യം പറഞ്ഞാൽ ദൈവകൃപയാണ്, സത്യമായ സത്യം വെളിപ്പെടുത്തി. അങ്ങനെ എന്നിട്ട് നല്ലൊരു ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കഴിച്ചിട്ടിങ്ങനെ പോകും, അതിനുശേഷം പറയാനാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.